Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ആദരണീയരായ മുതല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഈ ധന്യ മുഹൂർത്തത്തിൽ പുരുഷന്റെ ഇണയായി അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ സ്ത്രീ എങ്ങനെയാണ് ഇസ്ലാമിൽ ജീവിക്കുന്നത് എന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ അവസരം നൽകിയ അള്ളാഹു ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ അന്ധകാരത്തിന്റെ ഇരുളടഞ്ഞ 6-ാം നൂറ്റാണ്ട്, ചരിത്രകാരന്മാർ പോലും ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടം, പിറന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചുമൂടുന്ന കാലാന്തരീക്ഷം, ഇത്തരത്തിലുള്ള ഒരു സമുദായത്തിലേക്കാണ് ഇസ്ലാമിന്റെ ദിവ്യദീപ്തിയുമായി അന്ത്യപ്രവാചകൻ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭുജാതനാവുന്നത്. അവിടെ നിന്നാണ് ഇസ്ലാമിക തത്വസംഹിതകളിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രത്താലുള്ള അവകാശങ്ങൾ കൃത്യവും വ്യക്തവുമായി തുറന്നു കൊടുക്കാനുള്ള വിഭവങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയത്. ഒരു ബാലിക എന്ന നിലയിൽ ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുകയും സംരക്ഷിക്കുകയും അവൾക്ക് വേണ്ട എല്ലാ അവകാശങ്ങളും കൃത്യവും വ്യക്തവുമായി തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിരിജാലി നസീബും മിമ്മാ തറക വാലിദാന വലഖറബൂൻ വന്നിസാഇ നസീബും മിമ്മാ തറക വാലിദാന വലഖറബൂൻ. അല്ലാഹു തആല പറയുകയാണ്, മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഉപേക്ഷിച്ചു പോയ ധനത്തിന്റെ ഒരു വിഹിതം സ്ത്രീക്കും പുരുഷനും ഉണ്ടെന്ന് പറഞ്ഞത് ഖുർആനാണ്. പുരുഷൻ സ്ത്രീയെ ധനമായി വെച്ചിരുന്ന കാലത്ത് പുരുഷന്റെ ധനത്തിന്റെ പകുതി സ്ത്രീക്ക് നൽകിയത് ഇസ്ലാമാണ്. യുസീകുമുല്ലാഹു ഫി ഔലാദിക്കും ലിസ്സകരി മിസ്ല ഹൗലിൽ ഉൻസൈൻ. അല്ലാഹു തആല മാതാപിതാക്കളോട് ഉപദേശിക്കുന്നു. എന്താണ് ഉപദേശിക്കുന്നത്? ലിസ്സകരി മിസ്ല ഹൗലിൽ ഉൻസൈൻ. രണ്ട് സ്ത്രീയുടെ അത്ര വിഹിതമുണ്ട് ഒരു പുരുഷന്. അല്ലാഹു തആല ഇങ്ങനെ പറയുമ്പോഴും അവിടെ ഒരു പന്ത് കീഴൊന്നും കാണാൻ സാധിക്കുകയില്ല. കാരണം ഒരു സ്ത്രീ ജനിച്ചത് മുതൽ അവൾ മരണപ്പെടുന്നത് വരെ ഭർത്താവിന്റെയോ പിതാവിന്റെയോ മക്കളുടെയോ ഏതെങ്കിലും ഒരു പുരുഷന്റെ ഉത്തരവാദിത്തത്തിലായിരിക്കും. പിന്നീട് അവൾക്ക് പണത്തിന്റെ ആവശ്യമില്ല. ആ പകുതി നൽകിയത് തന്നെ അവർക്ക് അധികമാണ്. മാത്രമല്ല, ഭാര്യ ഭർത്താവ് എന്ന നാമനിർത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും, കൂടുതൽ കാര്യങ്ങളിലും ഭാര്യയ്ക്ക് അനുകൂലമായ സമീപനം മാത്രമേ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ. അവൾക്ക് വേണ്ട എല്ലാ അവകാശങ്ങളും ഇസ്ലാം കൃത്യമായി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, സ്ത്രീധനം ഒരിക്കലും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. അവൾ പുരുഷധനം ഇസ്ലാം കൽപ്പിച്ചതാണ്. അഥവാ മഹർ, അത് അവരുടെ അവകാശമായി. ഇരുമ്പിന്റെ മോതിരമെങ്കിലും നിങ്ങൾ മഹറായി നൽകണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സഹാബിയോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മതപരമായും ഭൗതികപരമായും അഥവാ ആരാധനപരമായും വിജ്ഞാനികപരമായും സ്ത്രീകൾ പുരുഷന്റെ പിന്നിലാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്റെ പിന്നിലായതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും അവർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പുരുഷന്മാരിൽ നിന്നും വിഭിന്നമായ ഒരു സാമൂഹ്യ പശ്ചാത്തലം അവർക്ക് ഇസ്ലാം നിശ്ചയിച്ചു നൽകിയിട്ടുള്ളത്. അതിനെയാണ് ഇപ്പോഴത്തെ ഫെമിനിസ്റ്റ്വാദികൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. LBCN സിദ്ധാർത്ഥ തത്വമയം അംഗീകരിച്ച് നുണകൾ ചൊല്ലി സത്യമാക്കി മാറ്റുന്ന ഇന്ദ്രജാല വിദ്യകൾ ഏർപ്പാടാക്കിയ വർത്തമാന മാധ്യമങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ദുഃഖ സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, പെണ്ണ് ക്ഷേത്ര ദർശനം നടത്തിയാൽ അവിടം അശുദ്ധമാകുമെന്നും ശുദ്ധി കലശം വരുത്തുമെന്നും എന്തിന് അവിടെ നടത്തിയ ആചാരങ്ങളും ചടങ്ങുകളും എല്ലാം അശുദ്ധമായി പോകുമെന്നും വിശ്വസിച്ച് ആചാരിക്കുന്നവർ വിമർശിക്കപ്പെടാത്ത ഈ യുഗത്തിൽ ഓരോ സെക്കൻഡുകൾ തോറും നാടുകൾ മുഴുവൻ പെണ്ണുങ്ങൾ പേടിപ്പിക്കപ്പെട്ടും ചൂഷണ വിധേയരാകുമ്പോൾ അതെല്ലാം സർവ്വസാധാരണയാണെന്ന് കരുതപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീയെ മാന്യതയുടെ പ്രതീകമായും മഹത്വത്തിന്റെ മാതൃത്വമായും മനസ്സിലാക്കി അംഗീകരിച്ച് അവരുടെ ശാരീരിക മാനസിക ചുറ്റുപാടുകൾ ഇണങ്ങിയ ഒരു സാമൂഹ്യ പശ്ചാത്തലം, ഒരു പ്രവർത്തക മണ്ഡലം നിശ്ചയിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പു നൽകിയത് ഇസ്ലാമിനെയാണ് ഇപ്പോഴത്തെ ഫെമിനിസ്റ്റ്വാദികൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഫെമിനിസ്റ്റ്വാദികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴത്തെ സ്ത്രീകളെ പറയുന്നത് അടുക്കള പുഴുക്കൾ എന്നാണല്ലോ. നിങ്ങൾ ഇപ്പോഴത്തെ ഇസ്ലാമിലെ സ്ത്രീകളെ പറയുന്നത് പർദ്ദക്കുള്ളിൽ തളക്കപ്പെട്ടവരാണെന്നല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ അടുക്കള പുഴുക്കുണ്ടല്ലോ, അവർക്ക് അനന്തരാവകാശം പോലെയുള്ള നിരവധി അവകാശങ്ങൾ ലഭിക്കാതിരുന്ന ഒരു കാലത്ത് സമാധാനത്തിന്റെ പുൽക്കൊടികൾ വിതറിയത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെയാണ് നിങ്ങളെടുത്ത് വിചാരണ നടത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇസ്ലാമിന്റേതുപോലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന മറ്റൊരു പ്രസ്ഥാനവും ഇന്നില്ല. ഇസ്ലാമിന്റേതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന മറ്റൊരു പ്രസ്ഥാനവും ഇന്നില്ല. നമ്മൾ ഈ സമകാലിക കാലഘട്ടത്തിൽ എടുത്തു നോക്കുകയാണെങ്കിലും മദീനയാണ് UN പോലും അംഗീകരിച്ചത് സ്ത്രീ സുരക്ഷിതത്തിന് ഏറ്റവും മികച്ച രാജ്യമായി. അവിടെ നടക്കുന്ന ഇസ്ലാം ഭരണമാണ്. ഇസ്ലാമിന്റെ ഭരണമാണ് അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അഭിനവ ഫെമിനിസ്റ്റുകൾ സ്ത്രീകളെ കാഴ്ച വസ്തുക്കളായി അവതരിപ്പിക്കുമ്പോൾ, കച്ചവട ചരക്കുകളായി മാറ്റുമ്പോൾ അവിടെ ഇടിഞ്ഞു പോകുന്ന സ്ത്രീയുടെ വിലയാണ്, അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീയുടെ ചരിത്രമാണ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നാം ചിന്തിക്കേണ്ടതുണ്ട്. ഈ ആദിഭാവി സ്ത്രീയാണെന്നാണ് ക്രിസ്തീയ പക്ഷം പറയുന്നത്. അവരുടെ ഈ സ്ത്രീകൾക്ക് മാറുമാക്കാൻ പോകും
അവകാശമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. എന്തിന്? അവർ മനുഷ്യരാണോ, അവർ മനുഷ്യവർഗത്തിൽപ്പെട്ടവരാണോ എന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിട്ടും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറ്റൊരു രീതിയിലാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.